السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള രൂപം അൽ-ഇക്സീർ എന്ന കിതാബാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവസാനമായി നാം പറഞ്ഞു നിർത്തിയത് മൻസിലത്തു തൗബ, തൗബയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൗബയുടെ മൻസിലത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കിതാബിൽ സൂചിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് എന്നൊരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഒന്ന് സൂചിപ്പിക്കാം. മദാരിജുസ് സാലിക്കീൻ എന്നുള്ള കിതാബിൽ ഉൾക്കൊള്ളുന്ന വിഷയം, ഒരു മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ മരണം വരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ അള്ളാഹുവിനുള്ള ഉബൂദിയത്ത് തെളിയിച്ചു കൊടുക്കുമ്പോൾ, തൗഹീദ് സാക്ഷാത്കരിക്കുമ്പോൾ, അവൻ ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ കടന്നു പോകേണ്ടി വരുന്ന വ്യത്യസ്ത മൻസിലത്തുകൾ, സ്ഥാനങ്ങൾ, അവസ്ഥകൾ, അതിനെപ്പറ്റിയെല്ലാം പറയുന്ന കിതാബാണ് മദാരിജുസ് സാലിക്കീൻ. അത് യഥാർത്ഥത്തിൽ ഇമാം ഹറവിയുടെ മനാസിലുസ് സായിരീൻ എന്ന കിതാബിൻ്റെ ഒരു ഷർഹാണ്. അതിൽ 100ഓളം മൻസിലത്തുകളുണ്ട്. അതിൽ ചുരുക്കി ഇക്സീർ എന്ന കിതാബിൽ ഏകദേശം 40ഓളം മൻസിലത്തുകൾ ഒരു കൃത്യമായ ഓർഡറിലാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിക്കൊണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിൽ കടന്നു പോകുന്നതാണ്. ഇതിൽ ഇബ്നു ഖയ്യിം ആരംഭിച്ചത് സൂറത്തുൽ ഫാത്തിഹയുടെ ഫദ്ല് പറഞ്ഞുകൊണ്ടും അതിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത്, അഥവാ എല്ലാ കിതാബുകളും ഇറങ്ങിയതിൻ്റെ ആകത്തുക ആശയം അതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുമാണ്. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ കടന്നു പോകുന്ന ഓരോ മൻസിലത്തുകളിൽ ആദ്യത്തേത് മൻസിലത്തുൽ യഖ്ബ പറഞ്ഞു, മൻസിലത്തുൽ ഫിക്റത്ത് പറഞ്ഞു, മൻസിലത്തുൽ ബസീറ അതിൽ അസ്മിനെ പറ്റി സൂചിപ്പിച്ചു, മൻസിലത്തുൽ മുഹാസബ. യഖ്വ എന്ന് പറഞ്ഞാൽ ഗഫ്ലത്തിൽ നിന്ന് ഉണരുന്ന അവസ്ഥ, ഫിക്റത്ത് ഉണ്ടാകുന്ന അവസ്ഥ, ആലോചന ഉണ്ടാകുന്ന അവസ്ഥ, ബസീറത്ത് ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്, അതുപോലെ മുഹാസബത്ത് ആത്മവിചാരണ, അതിൻ്റെ ഇടയിൽ ദൃഢമായ ഒരു നിശ്ചയം. അതിനുശേഷമുള്ള മൻസിലത്താണ് മൻസിലത്തു തൗബ. ഈ കിതാബിൽ ഏറ്റവും വിശാലമായി ചർച്ച ചെയ്തിട്ടുള്ള ബാബാണ്. കാരണം ആദ്യത്തെ 4 ബാബുകൾ അതൊരു അടിസ്ഥാനമാണ് എങ്കിൽ ഒരടിമ അവൻ്റെ യാത്ര അള്ളാഹുവിലേക്ക് യഥാർത്ഥ രൂപത്തിൽ ആരംഭിക്കുന്നത് തൗബയിലൂടെയാണ്. അവൻ്റെ പുതിയൊരു മാറ്റം ഉണ്ടാകുന്നത്, അവൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് തൗബയിലൂടെയാണ്. തൗബ എന്താണ് എന്നും തൗബയുടെ അവസ്ഥകൾ എന്താണ് എന്നുമെല്ലാം ഇതിൻ്റെ തുടക്കത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് തൗബ, അല്ലെങ്കിൽ ഹഖീഖത്തു തൗബ, തൗബ സാക്ഷാത്കരിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചിരുന്നു. അതിനുശേഷം ഒരു സ്വീകരിക്കപ്പെട്ട തൗബയുടെ അലാമത്തുകൾ, അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും, ആ തൗബ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു അടിമയുടെ അവസ്ഥ എന്തായിരിക്കണം എന്നുള്ളതുമെല്ലാം ചെറിയ രീതിയിൽ സൂചിപ്പിക്കേണ്ടായി. അതിനുശേഷം തൗബയുടെ ബാബിൽ പറയുന്ന വിഷയം തഅമ്മുലാത്തു സാഹിബിൽ ബസീറ ഇദാ അസ്നബ. ബസീറത്തുള്ള, ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തി അവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കണം എന്നീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത്, തൗബ ചെയ്യുന്നൊരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇജ്ജത്തിനെ മനസ്സിലാക്കും, അല്ലെങ്കിൽ അള്ളാഹു അസീസാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. തൗബ ചെയ്യുന്ന വ്യക്തിയല്ല, അപ്പം പാപം ചെയ്യുന്നൊരു വ്യക്തി, ഒരാൾ, ഒരു മുഅ്മിൻ, അവന് പാപം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവൻ ബസീറത്തുള്ളവനാണ് എങ്കിൽ, ഉൾക്കാഴ്ചയുള്ളവനാണ് എങ്കിൽ, അസീസ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെയും ഇജ്ജത്ത് എന്നുള്ള അള്ളാഹുവിൻ്റെ സിഫത്തിനെയും അവൻ മനസ്സിലാക്കും. എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ്? അസീസ് എന്ന് പറഞ്ഞാൽ ഖദീറിൻ്റെ ഉന്നതമായ അവസ്ഥയാണ്. ഖുദ്റത്ത് പരിപൂർണമായിട്ടുള്ളവനാണ് അസീസ് എന്ന് പറയുന്നത്, പരിപൂർണമായിട്ടുള്ള ശക്തി. അപ്പോൾ ഒരു വ്യക്തി അവൻ പാപം ചെയ്തു പോകുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കും
എൻ്റെ ഉദ്ദേശത്തിനപ്പുറത്തേക്ക് എൻ്റെ കാര്യങ്ങളിൽ അധികാരം ചെലുത്താൻ കഴിവും ശക്തിയുമുള്ള റബ്ബാണ് അല്ലാഹു തആല. അല്ലെങ്കിൽ അവൻ പാപം ചെയ്യില്ല. അതായത് ചില മുഅ്മിനീങ്ങൾ തന്നെ ചില സന്ദർഭങ്ങളിൽ പാപങ്ങളിൽ വീണുപോകും. അവൻ തന്നെ അറിയില്ല ഞാൻ എന്തിനാ ഈ പാപം ചെയ്യുന്നത്. അവന് ഇഷ്ടം ഉണ്ടായിട്ടാവില്ല, അവന് താല്പര്യം ഉണ്ടായിട്ടാവില്ല, പക്ഷെ അത് ചെയ്തു പോകും. അപ്പോൾ അവന്റെ സ്വന്തം ഇച്ഛയേക്കാൾ അതിനെ നിയന്ത്രിക്കാൻ, തൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ശക്തിയുള്ള അസീസായ റബ്ബിനെ അവൻ മനസ്സിലാക്കും. ഒരു പാപം ചെയ്താൽ ബസീറത്തുണ്ട് എങ്കിൽ പാപം സംഭവിച്ചു പോയാൽ എന്നതാണ് നാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വമിൻഹ, പാപം സംഭവിച്ചാൽ ബസീറത്തുള്ള ഒരുത്തൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ, ഉൾക്കാഴ്ചയുള്ളവൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ അടുത്തത് അൻ യഅരിഫ ബിർറഹു സുബ്ഹാന ഫീ സത്രിഹി അലൈഹി ഹാല ഇർതികാബിൽ മഅസിയ മഅ കമാലി റുഅയതിഹി ലഹു. അവൻ മനസ്സിലാക്കും അൻ യഅരിഫ ബിർറഹു സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കാണിക്കുന്ന പുണ്യം, ബിർറ് അവൻ മനസ്സിലാക്കും. ഫീ സത്രിഹി അലൈഹി ഹാല ഇർതികാബിൽ മഅസിയ, അവൻ ആ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ പാപം ചെയ്തിട്ടും അവനെ മറച്ചു വെക്കുന്നതിലൂടെ, അതായത് നമ്മളൊരാൾ പാപം ചെയ്യുമ്പോൾ അല്ലാഹു തആല നാം ചെയ്യുന്ന പാപങ്ങളെല്ലാം ആളുകളുടെ മുമ്പിൽ വെളിവാക്കുന്നുണ്ടോ? ഇല്ല. നാം രഹസ്യമായി ചെയ്യുന്ന പാപങ്ങൾ അല്ലാഹു മറച്ചു വെക്കുന്നു. മഅ കമാലി റുഅയതിഹി ലഹു, അല്ലാഹു ആണെങ്കിലോ ആ പാപമെല്ലാം പൂർണ്ണമായി കണ്ടും അറിഞ്ഞുമുള്ളവനാണ്. എന്നിട്ടും അത് അറിഞ്ഞിട്ടും അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അവനെ അത് മറച്ചു വെക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ മറച്ചു വെക്കുന്നു. അവന് അല്ലാഹുവിന്റെ ബിർറിനെ, അല്ലാഹു കാണിക്കുന്ന പുണ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. വലൗ ശാഅ ലഫളഹു ബൈന ഖൽഖിഹി ഫഹദിറൂഹ്, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ സൃഷ്ടികളുടെ അടുക്കൽ അവനെ വെളിവാക്കുമായിരുന്നു, അവനെ തുറന്നു കാട്ടുമായിരുന്നു. അവൻ ചെയ്ത പാപങ്ങൾ ആളുകൾ അറിയുന്ന അവസ്ഥയിലാക്കുമായിരുന്നു. അവനെക്കുറിച്ച് ആളുകൾ അവനെ സൂക്ഷിക്കണം, അവൻ ശരിയല്ല എന്ന് ആളുകൾ താക്കീത് ചെയ്യുന്ന അവസ്ഥയിൽ ആളുകളാകുമായിരുന്നു അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. വഹാദാ മിൻ കമാൽ ബിർരിഹി, അങ്ങനെ ഒരു അവസ്ഥയില്ലാതെ അല്ലാഹു മറച്ചു വെച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ പുണ്യം ചെയ്യുന്ന അല്ലാഹുവിന്റെ ബിർറിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. വമിൻ അസ്മാഇഹി അൽ ബർറു, അല്ലാഹുവിന്റെ നാമത്തിൽപ്പെട്ടൊരു നാമമാണ് അൽ ബർറ് എന്നുള്ളത്, അഥവാ പുണ്യം ചെയ്യുന്നവനാണ്. വഹാദൽ ബിർറു മിൻ സയ്യിദിഹി മഅ കമാലി ഗിനാഹു അൻഹു, ആ പുണ്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരാളെയും ആവശ്യമില്ലാത്ത നിരാശ്രയനായിട്ടുള്ള സയ്യിദായിട്ടുള്ള, സയ്യിദ് എന്നുള്ളതിന്റെ ആശയം അസ്സമദ് എന്നുള്ളതാണ്. അഥവാ വേറൊരാളെയും ആവശ്യമില്ലാതെ നിരാശ്രയനായിട്ടുള്ളവൻ, എല്ലാവരും ആവശ്യക്കാരനായിട്ടുള്ളവൻ. അള്ളാഹു അങ്ങനെയായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? അത് പറച്ചു വെക്കുന്നത്. അതായത് ഇപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേട്ടം ലഭിക്കുന്ന ഒരാൾ, അയാൾ തെറ്റിയപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരോട് പറയാതെ മറച്ചു വെക്കും. എന്തുകൊണ്ടാണ്? അയാൾ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും, ലാഭം കിട്ടാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭൗതികമായ ആവശ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അള്ളാഹുവിന് അടിമയെ കൊണ്ട് ഒരാവശ്യമില്ല. അള്ളാഹുവിന് ഇപ്പൊ അടിമയുടെ പാപങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് അള്ളാഹുവിന് നഷ്ടപ്പെടാനുമില്ല, ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ മറച്ചു വെക്കുന്നു. വകമാലിൽ ഫഖ്രി അബ്ദി ഇലൈഹി, അടിമയാണെങ്കിലോ പരിപൂർണമായും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അള്ളാഹു ഇല്ലാതെ അടിമക്കൊന്നും സാധിക്കൂല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടും അള്ളാഹു മറച്ചു വെക്കുന്നു. ഫയസ്തഗിലു ബിമുതാലഅതി ഹാദിഹിൽ മിന്ന, അപ്പോ ബസീറത്തുള്ള ഒരാൾ അവന് പാപം സംഭവിച്ചാൽ ഈ ഒരു മഹത്തായിട്ടുള്ള ഔദാര്യം അള്ളാഹു നൽകിയതിനെ കുറിച്ച് അവൻ ഉറ്റാലോചിക്കും, അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. വമുശാഹദതു ഹാദിൽ ബിർ വമുശാഹദതി ഹാദിൽ ബിർരി വൽ ഇഹ്സാനി വൽ കറം, അള്ളാഹു കാണിക്കുന്ന ഈ പുണ്യം, ഈ ഇഹ്സാൻ, ഈ ഔദാര്യം, ഈ ആദരവ്, ഇതിനെക്കുറിച്ച് അവൻ ഉറ്റാലോചിക്കും, അവൻ അത് അനുഭവിച്ചറിയും. ഫയദ്ഹലു അൻ ദുല്ലിൽ ഖതീഅ, അങ്ങനെ അവൻ സ്വയം ആ പാപം ചെയ്യുന്നതിന്റെ നിന്ദ്യതയിൽ നിന്ന് ഒഴിവാകാൻ തയ്യാറാകും, അവൻ അതിനെ വിട്ടുകളയാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ്? അള്ളാഹു അവനെ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച്, അള്ളാഹു തന്നോട് കാണിക്കുന്ന ഔദാര്യത്തെ കുറിച്ച് ആലോചിച്ച്. ഫയബ്ഖ മഅ അല്ലാഹ്, അങ്ങനെ അവൻ അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹുവിനോടൊപ്പമാകുന്ന അവസ്ഥയുണ്ടാകും. വദാലിക അൻഫഉ ലഹു മിനൽ ഇശ്തിഗാൽ ബിജിനായാതിഹി വശുഹൂദി ദുല്ലി മഅസിയതിഹി, അങ്ങനെ അവന് മാറ്റം വരിക, അള്ളാഹുവിനോടൊപ്പമാവുക എന്നുള്ളത് അവൻ ചെയ്യുന്ന പാപങ്ങളിൽ മുഴുകുന്നതിനേക്കാളും ആ നിന്ദ്യതയുടെ അവസ്ഥ, അല്ലെങ്കിൽ പാപത്തിന്റെ നിന്ദ്യത അനുഭവിക്കുന്നതിനേക്കാൾ അവന് ഉപകാരമുള്ളതാണ്. ഫൈനൽ ഇശ്തിഗാല ബില്ലാഹി വൽ ഗഫ്ലത അമ്മാ സിവാഹു വൽ മത്ലബുൽ അഅല വൽ മഖ്സദുൽ അസ്നാ,
അള്ളാഹുമായി മുഴുകുക, അള്ളാഹുവിൻ്റെ ദിക്റിലും അള്ളാഹുവിൻ്റെ ഓർമ്മയിലും അള്ളാഹുവിൻ്റെ സൂക്ഷിച്ചുകൊണ്ട് മുഴുകുക എന്നുള്ളതും അള്ളാഹു അല്ലാതെ മറ്റുള്ളതിൽ നിന്നെല്ലാം ശ്രദ്ധ തെറ്റിക്കുക, അശ്രദ്ധമാവുക, മറ്റൊന്നിലേക്കും മനസ്സ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മത്ലബുൽ അല, ഉന്നതമായ തേട്ടവും മഹത്തായിട്ടുള്ള ലക്ഷ്യവുമാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞാൽ എന്താണ്? ഒരു ബസീറത്തുള്ള വ്യക്തി, ഒരു മുഅ്മിൻ, അവന് പാപം സംഭവിച്ചു പോയാൽ അവൻ അള്ളാഹുവിനെ ആദ്യത്തിൽ അസീസാണെന്ന് മനസ്സിലാക്കും. രണ്ടാമത്തേത് അള്ളാഹു അവനോട് കാണിക്കുന്ന ബിർറ്, പുണ്യത്തെ മനസ്സിലാക്കും, അവൻ ചെയ്ത പാപങ്ങൾ മറച്ചു വെക്കുന്നതിലൂടെ. കാരണം എന്താണ്? അള്ളാഹുവിന് അവനെ കൊണ്ടൊരു ആവശ്യമില്ല, അവനാണെങ്കിൽ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. എന്നിട്ടും അള്ളാഹു അത് മറച്ചു വെക്കുന്നു. വമിൻഹ, ഇനി മറ്റൊരു കാര്യം, ഇതുപോലെ ബസീറത്തുള്ള ഒരു വ്യക്തി പാപം സംഭവിച്ചാൽ അവൻ മനസ്സിലാക്കുന്ന കാര്യം, ശുഹൂദുഹു ഹിൽമല്ലാഹ്, അള്ളാഹുവിന്റെ ഹിൽമിനെ അവൻ അനുഭവിച്ചറിയും, അള്ളാഹുവിന്റെ അവധാനതയെ അവൻ അനുഭവിച്ചറിയും. ഫീ ഇംഹാലി റാകിബിൽ ഖതീഅ, പാപം ചെയ്യുന്ന ഒരുത്തനോട് അള്ളാഹു തആല കുറച്ച് ഇട കൊടുത്തുകൊണ്ട് അള്ളാഹു കാണിക്കുന്ന അവധാനത, ഹിൽമ് അവൻ അനുഭവിച്ചറിയും. അതായത് ഒരാൾ പാപം ചെയ്യുന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അബ്ദ് എന്നോ അടിമ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തത്തിലേക്ക് വെച്ച് ചിന്തിക്കുക, എന്നാലേ ഇതിന്റെ ആശയം മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറയണം, ഒരാൾ പാപം ചെയ്താന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ആ നിലയിൽ ചിന്തിച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരാൾ പാപം ചെയ്യുന്ന ഒരു പാപിയായിട്ടുള്ള ഒരുവൻ ആ പാപം ചെയ്തിട്ടും അവനൊരു ഇട കൊടുത്തുകൊണ്ട് അള്ളാഹു തആല അവനെ വിട്ടേക്കുന്നത്, ഉടനടി ശിക്ഷിക്കാതെ വിട്ടേക്കുന്നത്, അങ്ങനെയുള്ള അവസ്ഥയിൽ ആ അടിമയ്ക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അള്ളാഹുവിന്റെ ഹിൽമിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഹിൽമ എന്ന് പറഞ്ഞാൽ അവധാനത, ഒരു കാര്യത്തിന് ഉടനടി ചാടിപ്പിടിച്ച് എന്തെങ്കിലും ചെയ്യാതിരിക്കുക, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരു സമയം കൊടുത്തുകൊണ്ട് അവധാനതയോടുകൂടി ചെയ്യുന്നതിനാണ് ഹിൽമ് എന്ന് പറയുക. അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിക്കും. വലൗ ശാഅ ലഅജലഹു ബിൽ ഉഖൂബ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന് പെട്ടെന്ന് തന്നെ ശിക്ഷ നൽകാമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്ന പാപത്തിന് ഉടനടി അള്ളാഹു ശിക്ഷ നൽകിയിരുന്നെങ്കിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഒരു ജീവി ഉണ്ടാവില്ല ദുനിയാവിൽ, ഒരു ജീവിയും ദുനിയാവിൽ ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹു തആല അവന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, തൗബ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അവന് ചിന്തിക്കാൻ, അവന് മാറാൻ ഉള്ള അവസരം അള്ളാഹു തആല നൽകുന്നു. വലാകിന്നഹു അൽ ഹലീമുൽ ലദീ ലാ യഅജൽ, അള്ളാഹു തആല ഹലീമാണ്, ധൃതി കാണിക്കാത്ത, ഉടനെ തന്നെ ശിക്ഷ നൽകാത്ത ഹലീമാണ് അള്ളാഹു തആല. ഫയുഹ്ദിസു ലഹു ദാലിക മഅരിഫതഹു സുബ്ഹാനഹു ബിസ്മിഹി അൽ ഹലീം. അങ്ങനെ ആ പാപം സംഭവിച്ച ബസീറത്തുള്ള മുഅ്മിനായിട്ടുള്ള അടിമക്ക് അവനൊരു പാപം സംഭവിച്ചാൽ അള്ളാഹുവിന്റെ ഹലീം എന്നുള്ള നാമത്തെ മനസ്സിലാക്കാൻ സാധിക്കും. വമുശാഹദത സിഫത്തിൽ ഹിൽം, അള്ളാഹുവിന്റെ ഹിൽമ് എന്നുള്ള വിശേഷണത്തെ, സിഫത്തിനെ, അവധാനതയുള്ളവനാണ് അള്ളാഹു തആല, ആ സിഫത്തിനെയും അള്ളാഹുവിന്റെ ഇസ്മിനെയും മനസ്സിലാക്കാൻ സാധിക്കും. വതഅബ്ബുദ ബിഹാദിൽ ഇസ്മ, ഈ നാമം കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും സാധിക്കും. അതായത് നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ അറിയാൻ അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും അറിയണം. അള്ളാഹുവിന്റെ അസ്മാവും സിഫാത്തുകളും കേവലം പഠിക്കുന്നതിനപ്പുറത്തേക്ക് അത് അനുഭവിച്ചറിയേണ്ടതും അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹലീം, അള്ളാഹു ഹലീമാണ്, അള്ളാഹു ഹിൽമുള്ളവനാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ബസീറത്തുള്ള ഒരു വ്യക്തി അവന് സംഭവിക്കുന്ന പാപം കാരണത്താൽ അവനെന്ത് സാധിക്കും? ആ ഉൾക്കാഴ്ച ലഭിക്കും, അവനത് മനസ്സിലാക്കാൻ സാധിക്കും. വമിൻഹ, അടുത്തത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, എന്താണ് പിന്നെ ഒരു ബസീറത്തുള്ള വ്യക്തിക്ക് പാപം സംഭവിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക? മഅരിഫത്തുൽ അബ്ദി കറമ റബ്ബിഹി ഫീ ഖബൂലിൽ ഉദ്രി മിൻഹു ഇദ ഇഅ്തദറ ഇലൈഹി, അവന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ കറമിനെ, അള്ളാഹു കാണിക്കുന്ന ഉദാരത, ഔദാര്യത്തെ അവന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ? അവന് എന്തെങ്കിലും പാപം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവന് പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഉദ്റ് ബോധിപ്പിച്ചാൽ, ഒരു ഒഴികഴിവ് ബോധിപ്പിച്ചാൽ, ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന നിലക്കൊക്കെ ഉദ്റ് ബോധിപ്പിച്ചാൽ അള്ളാഹു ആ ഉദ്റ് സ്വീകരിക്കുന്നവനാണ് എന്ന നിലക്ക് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഉദാരതയെ അവൻ മനസ്സിലാക്കാൻ സാധിക്കും. കരീമാണ് അള്ളാഹു തആല. ഫയഖ്ബൽ ഉദ്റഹു ബികറമിഹി വജൂദിഹി, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഉദാര്യം കൊണ്ട് അവന്റെ ഒഴിവ് കഴിവ് അള്ളാഹു തആല പരിഗണിക്കും,
അവൻ കാണിക്കുന്ന ഒഴികഴിവ് അള്ളാഹു പരിഗണിക്കും, അവന് പുറത്തു കൊടുക്കാൻ അത് കാരണമാക്കും. ഫയൂജിബു ലഹു ദാലിക ഇശ്തിഗാലൻ ബിദിക്രിഹി വശുക്രിഹി, ആ ഉദർ ബോധിപ്പിച്ചാൽ സ്വീകരിക്കുന്നവനാണല്ലോ എൻ്റെ റബ്ബ് എന്നുള്ള ബോധം അവനുള്ളത് കൊണ്ട് തന്നെ അത് അവന് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനും അള്ളാഹുവിനെ കൂടുതൽ നന്ദി കാണിക്കാനും അള്ളാഹുവിനെ അറിയാനും ചിന്തിക്കാനും അള്ളാഹുവിന് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവനതിലൂടെ സാധിക്കും. വമഹബ്ബതൻ ഉഖ്റ ലം തകുൻ ഹാസിലതൻ ലഹു ഖബ്ല ദാലിക്, അവന് ഒരു വേറൊരു ഇഷ്ടം അള്ളാഹുവിനോടുണ്ടാകും. ആ പാപം സംഭവിക്കുന്നതിന് മുമ്പ് അവൻ കണ്ടെത്തിയിട്ടില്ലാത്ത, അവൻ അനുഭവിച്ചിട്ടില്ലാത്ത, അവൻ ഉണ്ടായിട്ടില്ലാത്ത ഒരിഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അവനുണ്ടാകും. ഫഇന്ന മഹബ്ബതക ലിമൻ ശകറക അലാ ഇഹ്സാനിക വജസാക ബിഹി, നിനക്ക് അല്ലാത്ത അഥവാ ഒരു പാപം സംഭവിക്കാത്ത സമയത്ത് നിനക്കുണ്ടാകുന്ന ഇഷ്ടം, അഥവാ നിനക്ക് ഔദാര്യം ചൊരിയുന്ന, നിന്നോട് നന്ദി കാണിക്കുന്ന, അല്ലെങ്കിൽ നിനക്ക് പ്രതിഫലം നൽകുന്ന അങ്ങനെയുള്ള ഒരാളോട്, ഇപ്പം അതായത് ഒരാൾ പാപം ചെയ്യുന്നില്ല, ഞാൻ മനസ്സിലാക്കി തരാം, ഉദാഹരണം പറയാം. ഒരാൾ പാപം ചെയ്യുന്നില്ല, അയാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു, അള്ളാഹു അവൻ ഔദാര്യം ചൊരിയുന്നുണ്ട്, അതുകൊണ്ട് അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിന് പ്രതിഫലമായി അള്ളാഹു നൽകുന്നവനാണെന്ന് അറിയുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവൻ എന്തുണ്ട്, ഒരിഷ്ടമുണ്ട്, അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് പറയാണ് ثم غفر لك إساءتك ولم يؤاخذك بها أضعاف محبتك على شكر الإحسان وحده. അങ്ങനെ നൽകുന്ന ഒരാൾ പിന്നെ നിനക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ, നീ ചെയ്യുന്ന തെറ്റുകൾ അത് പുറത്തു നൽകിക്കൊണ്ടും അതുപോലെ തന്നെ അതിന്റെ മേലെ നിന്നെ പിടികൂടാതെ നിനക്ക് ഒഴിവുകഴിവ് നൽകുന്നവനാണെന്ന് കൂടി അറിയുമ്പോൾ നിനക്കുണ്ടാകുന്ന ഇഷ്ടം എന്നുള്ളത് ആ കേവലം പ്രതിഫലം, കേവലം നല്ല വലിയ കാര്യമാണ്, പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രതിഫലം നൽകുന്നതിനേക്കാൾ ഇരട്ടിയായിട്ടുള്ളൊരു ഇഷ്ടം ആ സമയത്തുണ്ടാകും. വൽവാഖിഉ ഷാഹിദുൻ ബിദാലിക്, അത് ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആലോചിച്ചാൽ മതി, ഇപ്പൊ നമുക്ക് അള്ളാഹു നൽകുന്ന, നമ്മൾ നിസ്കരിച്ചു, അല്ലെങ്കിൽ നോമ്പ് തോറ്റു, സക്കാത്ത് നൽകി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് പ്രതിഫലം നൽകുന്ന അള്ളാഹ്, നമ്മളങ്ങനെ ചിന്തിക്കുക. നമ്മൾ ഏറ്റവും വലിയ തെമ്മാടിയായി ജീവിച്ചു, ഏറ്റവും വലിയ ശിർക്കും കുഫറും ബിദ്അത്തും മഅസിയത്തുകളൊക്കെ ചെയ്തു, എന്നിട്ട് പുറത്തു തരുന്ന അള്ളാഹ് നമുക്ക് ഇഷ്ടം കൂടുതലാകുന്നത് ഏതൊരവസ്ഥയിലാണ്? അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന ഇഷ്ടത്തിന്റെ അവസ്ഥ രണ്ടും എത്ര വ്യത്യാസമുണ്ട്? അതാണ് പറഞ്ഞത്. അള്ളാഹുവിനനുസരിച്ച് ഉണ്ടാകുന്ന അള്ളാഹുവിനോട് തോന്നുന്ന ഇഷ്ടമുണ്ട്, എന്നാൽ പാപം പൊറുക്കുന്നവനാണല്ലോ റബ്ബ് എന്ന നിലക്ക് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്ടം അത് മറ്റൊന്നാണ്, അത് ആളുകൾ അനുഭവിച്ചറിയുന്നതാണ്. തൗബക്ക് ശേഷം, അല്ലെങ്കിൽ പാപത്തിന് ശേഷം തൗബ ചെയ്യുമ്പോൾ, തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് കാണിക്കുന്ന ഉബൂദിയത്ത് എന്നുള്ളത് മറ്റൊരിനമാണ്. അത് മറ്റൊരു തരത്തിലുള്ള അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാക്കി തരുന്ന ഒരു കാര്യമാണെന്ന് പറയാം. അപ്പോ അങ്ങനെ അള്ളാഹുവിന്റെ കർമ്മിനെ മനസ്സിലാക്കാൻ ബസീറത്തുള്ള ഒരു വ്യക്തി പാപം സംഭവിച്ചാൽ അവന് സാധിക്കും. അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പാപം സംഭവിക്കുക മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഈ ഒരു കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒറ്റ ഇരിപ്പിന് വായിച്ചെടുക്കേണ്ട ഒരു കിതാബാണ്, അല്ലെങ്കിൽ ഒരു തുടർച്ചയായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കിതാബാണ്. കാരണം ഒന്നോ മറ്റൊന്നിനായിട്ട് കണക്ട് ചെയ്തിട്ട് വന്നാലേ ക്ലിയർ ആവുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞ വിഷയമുണ്ട്, എന്താണ്, ഒരു ഈമാനുള്ളൊരു വ്യക്തിയായിരിക്കും, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും, ഒക്കെ ആയിരിക്കും, പക്ഷെ അവന് പാപം സംഭവിക്കും, അവൻ പാപത്തിൽ വീഴുന്ന സന്ദർഭം ഉണ്ടാകും. ചിലപ്പോൾ അള്ളാഹു തആല അവന്റെ മേലെ പാപം വിധിക്കും, ഈമാനുള്ള ഒരു വ്യക്തിയുടെ മേലെ. എന്തിനാണ്? ഇതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ബസീറത്തുള്ള ഒരു വ്യക്തി, അവന് പാപം സംഭവിച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ബസീറത്ത് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലോ അവനതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അവൻ ചിലപ്പോ ആ പാപത്തിൽ മുഴുകിപ്പോയി നശിച്ചു പോകും, അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങും, ലാഹിറായിട്ടുള്ളൊരു തൗബ ഉണ്ടാകും. അവൻ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ അള്ളാഹുവെ പുറത്തു നൽകണമേ എന്നുള്ള നിലക്ക് തൗബ ചെയ്ത് മടങ്ങും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും എന്താവില്ല, ഇതൊന്നും അവൻ ഷാഹിദാവൂല, ഇതൊന്നും അവന് മനസ്സിലാക്കാനോ ഒന്നിനും സാധിക്കൂല ബസീറത്തില്ല എങ്കിൽ. അടുത്തത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻഹ, അങ്ങനെയുള്ള തൗബ ചെയ്യുന്ന, അപ്പൊ നമ്മൾക്ക് ചിന്തിച്ചാൽ മതി, നമ്മൾ പാപം ചെയ്തിട്ട് തൗബ ചെയ്യുമ്പോൾ എന്താ നമ്മൾ അനുഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ എന്താണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയത്? പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല, ഞാനാവട്ടെ നിങ്ങളാവട്ടെ ഇത് കേൾക്കുന്ന ഏതൊരു മനുഷ്യരാവട്ടെ പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ അള്ളാഹുവിനെ ചിന്തിക്കാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കും, ധാരാളം ആളുകൾക്ക് സാധിക്കും, ബസീറത്തുള്ളവർക്ക് അത് സാധിക്കും. അടുത്തത് വമിൻഹ അൻ യശ്ഹദ ഫദ്ലഹു ഫീ മഗ്ഫിറതിഹി, അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ബസീറത്തുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അടുത്ത കാര്യം, അള്ളാഹുവിന്റെ പാപമോചനം എന്ന ഔദാര്യത്തെ
അവൻ അനുഭവിച്ചറിയാൻ സാധിക്കും. ഫൈനൽ മഗ്ഫിറത ഫദ്ലുൻ മിനല്ലാഹി തആല, പാപമോചനം എന്നുള്ളത്, മഗ്ഫിറത്ത് എന്നുള്ളത് അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. വഇല്ലാ ഫലൗ വഅഖദനാ ബിദ്ദംബി ലവഅഖദ ബിമഹ്ബി ഹഖ്ഖിഹി, അല്ലാഹു അതല്ല ചെയ്ത തെറ്റിന് പിടികൂടുകയാണ് എങ്കിൽ ആ പിടികൂടുന്നത് അല്ലാഹുവിന്റെ അവകാശമാണ്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് പിടികൂടുകയാണ് എന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിനുള്ള ഹക്കാണ്. കാരണം നമ്മൾ അള്ളാഹുവിന്റെ അടിമയായി, അള്ളാഹു സൃഷ്ടിച്ച്, അള്ളാഹു നൽകിയ ഉപജീവനം, അള്ളാഹു നൽകിയ ആരോഗ്യം എല്ലാം അള്ളാഹു നൽകിയത്, എന്നിട്ട് അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിച്ചതാണ്. ആ ശിക്ഷിക്കാൻ അള്ളാഹുവിന് ഹക്കുണ്ട്. വകാന ആദിലൻ മഹ്മൂദൻ, ശിക്ഷിച്ചാലും അള്ളാഹു അവിടെ നീതിയുള്ളവനും അള്ളാഹു സ്തുതിക്കപ്പെടേണ്ടവനുമാണ്. അള്ളാഹുവിന്റെ മേലെ ഒരാളും കുറ്റം പറയല്ല. അതായത് അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു അടിമ പാപം ചെയ്തതിന്റെ പേരിൽ അള്ളാഹു അവനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവനെ ശിക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹു കുറ്റക്കാരനാവോ അല്ലെങ്കിൽ മോശക്കാരനാവോ? അള്ളാഹു അനീതി കാണിച്ചവനാവോ? ഇല്ല. അള്ളാഹു നീതിപൂർവവും സ്തുതിക്കർഹനായ രീതിയിലേ ആ കാര്യം ചെയ്യുന്നുള്ളൂ. അത് അള്ളാഹുവിന്റെ ഹക്കാണ് അവനെ ശിക്ഷിക്കുക എന്നുള്ളത്. നീ ഒരു പാപം ചെയ്ത് നിനക്ക് അള്ളാഹു പുറത്തു നൽകുന്നു എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, നിന്റെ അവകാശമല്ല. നിനക്കത് കിട്ടാൻ ഒരു യോഗ്യതയില്ല. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് യാതൊരു യോഗ്യതയും അർഹതയും അത് ലഭിക്കേണ്ടതായിട്ടുള്ളൊരു അർഹത നിനക്കില്ല. പക്ഷെ അള്ളാഹു നിനക്കത് പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള ഔദാര്യമാണ്. ആ ഒരു ചിന്ത അടിമക്കുണ്ടാകുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ നന്ദി കാണിക്കാനും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവനിൽ വർദ്ധിക്കും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ദീന് പ്രാക്ടീസ് ചെയ്യാൻ, പരിശീലിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ 30-40 വർഷമായിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളവിടെ പഴയ പാപങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ആ പാപങ്ങൾ ചെയ്ത് ആദ്യമായി നമ്മൾ തൗബ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ആലോചിച്ചാൽ ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുക. അപ്പൊ നമ്മൾ 10-20 വർഷമായിട്ട് ദീന് ശീലിക്കുന്ന, പരിശീലിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ അതിനു മുമ്പ് ഒരു പാപിയായിരുന്ന അവസ്ഥയിൽ തൗബ ചെയ്യുന്ന നിമിഷത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കേട്ടാൽ കൂടുതൽ നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും. പറയാണ്, നിനക്ക് അള്ളാഹു പുറത്തു നൽകിയത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, നിന്റെ അർഹതയല്ല. അത് നിനക്ക് ആ ചിന്ത ഉണ്ടാകുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കാനുള്ള പ്രേരണയായിട്ട് മാറും. വൈനാബത്തൻ ഇലൈഹി, അള്ളാഹുവിലേക്ക് മടങ്ങാൻ, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങാൻ. വഫർഹൻ വബ്തിഹാജൻ ബിഹി, അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിലൂടെ കൂടുതൽ സന്തോഷിക്കാനും അല്ലെങ്കിൽ ആ ആനന്ദം ആസ്വദിക്കാനും അവന് സാധിക്കും. വമഅരിഫതൻ ലഹു ബിസ്മിഹി അൽ ഗഫാർ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിന്റെ ഏത് നാമം മനസ്സിലാകും? അൽ ഗഫാർ എന്നുള്ള അള്ളാഹുവിന്റെ നാമം അവന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത് വരുന്നുണ്ട്. അതായത് അള്ളാഹുവിന്റെ നാമങ്ങൾ അത് നിർബന്ധമായിട്ടും ഉണ്ടാകണം. ആ ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ട്, അഥവാ അതിന്റെ അനന്തര ഫലങ്ങൾക്ക് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളും ഇവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരാളും പാപം ചെയ്യുന്നില്ല വിചാരിക്കുക, എല്ലാവരും പാപസുരക്ഷിതരാണ് വിചാരിക്കുക. ആൾക്കാർക്ക് എങ്ങനെയാണ് അള്ളാഹുവിന് ഗഫാർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അള്ളാഹു തവ്വാബാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? വിശദമായി വരുന്നുണ്ട്. അപ്പോ ആ നാമം ആ സമയത്ത് അവന് മനസ്സിലാക്കാൻ സാധിക്കും. വമുശാഹദതൻ ലിഹാദിഹി സിഫ വതഅബ്ബുദൻ ബിമുഖ്തവാഹ, അതിലടങ്ങിയിട്ടുള്ള മഗ്ഫിറത്ത് എന്നുള്ള സിഫത്ത്, അള്ളാഹുവിന്റെ വിശേഷണം, അത് മനസ്സിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാനും അവന് സാധിക്കും. വദാലിക അക്മലു ഫിൽ ഉബൂദിയ്യതി വൽ മഅരിഫതി വൽ മഹബ്ബ, അത് അള്ളാഹുവിനുള്ള ആരാധനയുടെയും അള്ളാഹുവിനെ അറിയുന്നതിന്റെയും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെയും പരിപൂർണതയിലേക്ക് അവനെ എത്തിക്കും. അപ്പോ ബസീറത്തുള്ള ഒരു വ്യക്തി അവന് പാപം സംഭവിച്ചാൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും. വമിൻഹ, അടുത്തത് ഒരാൾക്ക് ഏതവസ്ഥയാണ് ഉണ്ടാവുക? അൻ യുകമ്മില ലിഅബ്ദിഹി മറാത്തിബ അദ്ദുല്ലി വൽ ഖുദൂഇ വൽ ഇൻകിസാരി ബൈന യദൈഹി, ഒരു ബസീറത്തുള്ള വ്യക്തിക്ക് പാപം സംഭവിച്ചാൽ അവന് മനസ്സിലാകും പരിപൂർണമായി അള്ളാഹുവിനോട് താഴ്മ കാണിക്കേണ്ട, വിധേയത്വം കാണിക്കേണ്ട, അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിത്തകരേണ്ട ആളാണ് ഞാൻ എന്നുള്ള ബോധം അല്ലെങ്കിൽ അതിന്റെ മർത്തബ അവന് മനസ്സിലാകാൻ സാധിക്കും. വൽ ഇഫ്തിഖാർ ഇലൈഹി, അള്ളാഹുവിലേക്ക് എത്രത്തോളം അവൻ ആവശ്യക്കാരനാണ് എന്നുള്ളത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഫദ്ൽ ഇല്ല എങ്കിൽ ആ പാപം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കൂല, ആ പാപം നമുക്ക് പുറത്തു കിട്ടൂല. അപ്പൊ എല്ലാ നിലക്കും അള്ളാഹുവിലേക്ക് ഞാൻ പരിപൂർണ ആവശ്യക്കാരനാണ് എന്നവന് ബോധ്യപ്പെടും. ഫഇന്ന നഫ്സ ഫീഹാ മുബാഹാതുൻ ലിറുബൂബിയ്യ,
ഓരോ നഫ്സിനും, ഓരോ വ്യക്തിയുടെ നഫ്സിനും റുബൂബിയത്തിനോട് ഞാൻ എന്തോ ആണ്, ഞാൻ എൻ്റെ കീഴിൽ ഒരുപാട് ആളുകളുണ്ട്, എനിക്ക് കുറെ അധികാരമുണ്ട് എന്നുള്ളതിനോടൊരു സാമ്യത ഉണ്ടാകും. അതായത് നഫ്സ് എന്നുള്ള കാര്യം അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മളിൽ വെച്ചിട്ടുള്ള നഫ്സിന് ഒരു ചായ്വുണ്ട്, ഒരു സാമ്യത തോന്നലുണ്ട്. ഞാൻ എന്തോ ആണ്, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ സമ്പത്ത് കിട്ടുമുണ്ടാകും, അല്ലെങ്കിൽ അധികാരം കിട്ടുമുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒരു സാമ്യതപ്പെടലുണ്ട്. വലൗ ഖദറത് ലഖാലത് ഖൗലു ഫിർഔൻ, ആ നഫ്സിന് ആ റുബൂബിയത്ത് കാണിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ ഫിർഔനിന്റെ വാക്ക് അവൻ പറയും. അതായത് ഫിർഔൻ അധികാരിയായിരുന്നു, സമ്പത്ത് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഫിർഔന് നഫ്സിയായിട്ട് മനുഷ്യന്റെ നഫ്സിനുള്ളൊരു തേട്ടമാണ് ഞാൻ വലിയ ആളാണ്, എന്റെ കീഴിൽ ഇന്ന ആളുകളുണ്ട് എന്നുള്ള റുബൂബിയത്തിനോടൊരു സാമ്യത ഉണ്ടാവുക എന്നുള്ളത് ഓരോ നഫ്സിന്റെയും ചായ്വും തേട്ടവുമാണ്. അതിന് കഴിവുണ്ട്, അതിന് ശേഷിയുണ്ട് എങ്കിൽ അവൻ ഫിർഔനിന്റെ വാക്ക് പറയും. ഫിർഔൻ ആ ശേഷി ഉണ്ടായതുകൊണ്ടാണത് പറഞ്ഞത്. എന്നിട്ട് പറയാണ് വലാകിന്നഹു ഖദറ ഫഅദ്ഹറ, ഫിർഔനിന് ആ കഴിവുണ്ടായതുകൊണ്ട് അവനത് പ്രകടിപ്പിച്ചു, ഞാനാണ് റബ്ബ് എന്നുള്ള വാക്ക് പറഞ്ഞു. വഗൈറുഹു അജ്സ ഫഅദ്മറ, ബാക്കിയുള്ള ആളുകൾക്ക് അതിന് കഴിവില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, അത് മറച്ചു വെക്കുകയാണ്. അതുണ്ടായിരുന്നെങ്കിൽ അവർ അത് വെളിവാക്കുമായിരുന്നു. ഫഇന്നമാ യുഖല്ലിസുഹാ മിൻ ഹാദിഹിൽ മുബാഹാത്തി ദുല്ലുൽ ഉബൂദിയ്യ, ഈ ഒരു സാമ്യത ഞാൻ എന്തോ ആണ് എന്നുള്ള ഈ തോന്നൽ അത് ഒഴിവാക്കി കിട്ടുന്നത് ഉബൂദിയത്ത് എന്നുള്ള ആ അങ്ങേയറ്റത്തെ വിധേയത്വം, താഴ്മ കാണിക്കുന്നതിലൂടെയാണ്. അതായത് നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കേണ്ടവനാണ് എന്നുള്ള ബോധം നമുക്കില്ല എങ്കിൽ, നമ്മൾ വിചാരിക്കുക നമുക്ക് നമ്മളെ മേലെ റബ്ബായിക്കൊണ്ട് അള്ളാഹു ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഓരോ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനാണ് വലിയവനെന്ന് കാണിക്കണം, ഞാനാണ് സമ്പത്ത് കൊണ്ട് മറ്റുള്ള ആ ഭാഗം മാറ്റിവെക്കുക, ആ അള്ളാഹുവാണ്, അള്ളാഹിനെ ആരാധിക്കണം, ആ ഭാഗമാണ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്നുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ എന്തിനാ മത്സരിക്കുക? ഞാനാണ് വലിയവനെന്ന് കാണിക്കാനാണ് മത്സരിക്കുക. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കാത്ത ആളുകൾക്കൊക്കെ ആ ചിന്ത ഉണ്ടാവുക. കഴിവുള്ളവൻ എന്താകും? അത് കാണിക്കും, ഞാൻ വലിയ ആളാണ് അത്. അതിനുള്ള ശേഷിയും കഴിവൊന്നും ഇല്ലാത്തവരെന്താകും? അത് മറച്ചു വെക്കുള്ളൂ, അവരുടെ ഉള്ളിൽ അതുണ്ടാകും. അത് ഒഴിവാക്കുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത് കൊണ്ടാണ്. നമുക്ക് മുഅ്മിനീങ്ങൾക്ക് അത് ഒഴിവാകുന്നത് എന്തുകൊണ്ടാണ്? നാം അള്ളാഹുവിനെ ആരാധിക്കേണ്ടവനാണ് എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിത്തകർന്ന് എല്ലാ നിലക്കും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, ഞാൻ ഈ പാപം സംഭവിച്ചു പോയതുകൊണ്ട് ഞാൻ അത്രയും ദുർബലനാണ് എന്നുള്ള ബോധം അവനുണ്ടാകും. വമിൻഹ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പിന്നെ ഒരു മുഅ്മിൻ പാപം ചെയ്തു പോയാൽ ബസീറത്തുള്ള ഒരുവൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, കുറച്ച് വലിയ രീതിയിൽ ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്. അന്ന അസ്മാഉൽ ഹുസ്ന തഖ്തദി ആസാറുഹാ ഇഖ്തിദാ അൽ അസ്ബാബ് അത്താമ ലിമുസബ്ബബാതിഹാ. അതായത് അള്ളാഹുവിന്റെ നാമങ്ങൾ എന്നുള്ളത്, അള്ളാഹുവിന്റെ നാമങ്ങൾ ഉണ്ടല്ലോ, അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ, ആ നാമങ്ങൾ അതിന് തഖ്തദി ആസാറുഹ, ആ നാമങ്ങളുടെ അനന്തരഫലങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. അള്ളാഹുവിനുള്ള നാമങ്ങൾ, ആ നാമങ്ങളുടെ അനന്തരഫലങ്ങൾ നിർബന്ധമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. ഇഖ്തിദാ അൽ അസ്ബാബ് അത്താമതി ലിമുസബ്ബബാതിഹാ, ആ നാമങ്ങൾ എന്തിന്റെ മേലെയാണോ ഉണ്ടാകേണ്ടത് ആ ഉണ്ടാകേണ്ടതായിട്ടുള്ള കാരണങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അതായത് അള്ളാഹുവിന്റെ നാമങ്ങളുടെ അനന്തരഫലങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കണം. കാരണം അള്ളാഹു തആല നാമങ്ങളുണ്ട്, വിശേഷങ്ങളുണ്ട്, അതിന്റെ അനന്തരഫലങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചിരിക്കണം. ആ സംഭവിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ വേണ്ടേ സംഭവിക്കാൻ, ആ സംഭവിക്കാനുള്ള കാരണങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അടുത്ത് പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവും. ഫസ്മുസ് സമീഉൽ ബസീർ, അള്ളാഹുവിന്റെ നാമങ്ങളാണ് അസ്സമീഉ അൽ ബസീർ എന്നുള്ളത്. എന്താണ് അസ്സമീഉ എന്ന് പറഞ്ഞാൽ? എല്ലാം കേൾക്കുന്നവൻ. അൽ ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ. യഖ്തദി മസ്മൂഅൻ വ മുബ്സറൻ, ആ നാമം അള്ളാഹുവിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കാണപ്പെടേണ്ടതും കേൾക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അതായത് അള്ളാഹു സമീഉം ബസീറാണെന്ന് പറയുമ്പോൾ എന്തുണ്ടായിരിക്കണം? അവിടെ കാണാൻ എന്തെങ്കിലും ഉണ്ടാവണം, കേൾക്കാൻ എന്തെങ്കിലും ഉണ്ടാകണം. അപ്പൊ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളുടെയും അനന്തരഫലം ഉണ്ടാകണം. ആ അനന്തരഫലം ഉണ്ടാകണമെങ്കിൽ ഏതൊന്നിന്റെ മേലെയാണോ അതുണ്ടാകുന്നത് അതിനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോ അള്ളാഹു തആലയുടെ നാമം സമീഉ ബസീർ. അപ്പൊ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും ആകണമെങ്കിൽ കേൾക്കപ്പെടുന്നതും കാണപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എവിടെ ഉണ്ടാകണം? ഇവിടെ ഉണ്ടായിരിക്കണം. ഇനി പറയാണ് വസ്മുർ റസ്സാഖ്, അള്ളാഹു എന്താണ്?
റസ്സാഖാണ്. അള്ളാഹുവിന്റെ സിഫത്താണ് റസ്ഖ് എന്നുള്ളത്, അഥവാ റിസ്ക് ചൊരിയുന്നവൻ എന്നുള്ളത്. അപ്പോ റിസ്ക് ചൊരിയുന്നവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉണ്ടാവണം? റിസ്ക് ചൊരിയപ്പെടേണ്ടതായിട്ടുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാകണം. അതാ നാമത്തിന്റെ മുക്തളയാണ്. അള്ളാഹുവിന്റെ ഒരു നാമം നിർബന്ധമാക്കുന്ന കാര്യമാണത്. അപ്പോ യഖ്തലി മർസൂഖൻ, റിസ്ക് നൽകപ്പെടേണ്ട ആളുകൾ അവിടെ ഉണ്ടാകണം. വസ്മുർ റഹീം, അള്ളാഹുവിന്റെ നാമമാണ് റഹീം. യഖ്തലി മർഹൂമൻ, കാരുണ്യം ചൊരിയപ്പെടേണ്ട ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം. അള്ളാഹു റഹീമാണ് എന്നുള്ള നാമം അള്ളാഹുവിനുള്ളത് കൊണ്ട് തന്നെ, റഹ്മത്ത് എന്നുള്ള വിശേഷണം അള്ളാഹുവിനുള്ളത് കൊണ്ട് തന്നെ കാരുണ്യം ചൊരിയപ്പെടേണ്ട മർഹൂമായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് എന്തുണ്ട്? ഈ ആസാറുകൾ മുക്തവയായിട്ടുണ്ട്. ആ എന്തിന്റെ മേലെയാണോ നടക്കേണ്ടത് അത് നടക്കുകയും വേണം. ആ നടക്കാനുള്ള കാരണങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. നടക്കാനുള്ള കാരണങ്ങളും അവിടെ ഉണ്ടായിരിക്കണം എന്നിട്ട് പറയാണ് വകദാലിക ഇസ്മുൽ ഗഫൂർ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഗഫൂർ എന്നുള്ള നാമം. അൽ അഫ്വ്, ഗഫൂർ എന്ന് പറഞ്ഞാൽ പാവം പൊറുക്കുന്നവൻ. അൽ അഫ്വ്, അഫ്വ് എന്ന് പറഞ്ഞാൽ പാവം പൊറുക്കുന്നത് തന്നെയാണ്, എന്നാൽ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. വത്തവ്വാബ്, തൗബ സ്വീകരിക്കുന്നവൻ, തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുന്നവൻ. അൽ ഹലീം, അവധാനത കാണിക്കുന്നവൻ, ഉടനടി ശിക്ഷിക്കാതിരിക്കുന്നവൻ. യഖ്തദി, ഈ നാമങ്ങൾ അള്ളാഹുവിനുണ്ടല്ലോ. അപ്പൊ ഈ നാമങ്ങൾ എന്ത് നിർബന്ധമാക്കുന്നുണ്ട്? മൻ യഗ്ഫിറു ലഹു, അള്ളാഹുവിന് പൊറുക്കാൻ അവിടെ ആരെങ്കിലും വേണം. വയതൂബ് അലൈഹി, അള്ളാഹുവിന് തൗബ സ്വീകരിക്കാൻ അവിടെ ആരെങ്കിലും വേണം. വയഅഫു അൻഹു, അള്ളാഹുവിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും വേണം. വയഹ്ലുമു അൻഹു, അള്ളാഹുവിന് അവധാനത കാണിക്കാൻ ആരെങ്കിലും അവിടെ വേണം. വയസ്തഹീലു തഅതീല ഹാദിഹിൽ അസ്മാഇ വസ്സിഫാത്ത്, ഈ നാമങ്ങളും വിശേഷണങ്ങളും ഇല്ലാതിരിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. അതായത് അള്ളാഹു ഗഫൂറാണ് എങ്കിൽ മഗ്ഫൂറായിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടാവണം, പാപം പൊറുക്കപ്പെടാൻ ആരെങ്കിലും അവിടെ വേണം. എന്നാലേ അള്ളാഹുവിന്റെ ഗഫൂർ എന്നുള്ള നാമത്തിന് അവിടെ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ നാമങ്ങൾ ഉണ്ടാവുക നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച ചെയ്യപ്പെടാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും തൗബ സ്വീകരിക്കപ്പെടാനും അവിടെ ആളുകൾ ഉണ്ടായിരിക്കണം. ഇദ് ഹിയ അസ്മാഉൽ ഹുസ്നാ വസിഫാത്തു കമാലി വനഊതു ജലാലിൻ, കാരണം ഇത് അള്ളാഹുവിന്റെ മഹത്തരമായ നാമങ്ങളും ഉന്നതമായ വിശേഷണങ്ങളുമാണ്. വഅഫ്ആലു ഹിക്മത്തിൻ വഇഹ്സാനിൻ വജൂദിൻ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിക്മത്തോടു കൂടിയുള്ളതും ഇഹ്സാനോടുകൂടി ഔദാര്യം കൊണ്ടുള്ളതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഫലാ ബുദ്ദ മിൻ ദുഹൂരി ആസാരിഹാ ഫിൽ ആലം, അള്ളാഹുവിന്റെ ഈ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും അനന്തരഫലം ഈ ലോകത്ത് പ്രകടമായിരിക്കണം. അത് ആ ആസാറുകൾ ഇവിടെ ഉണ്ടായിരിക്കണം. വഖദ് അശാറ ഇലാ ഹാദാ അഅലമുൽ ഖൽഖി ബില്ലാഹ് സ്വല്ലല്ലാഹു വസലാമുഹു അലൈഹി ഹൈസു യഖൂൽ, ഈ ഒരു ആശയത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി പറയുന്ന ഈ ഹദീസ് പറയുമ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഹദീസ്? ലൗ ലം തുസ്നിബു, നിങ്ങൾ പാപം ചെയ്യാത്ത ഒരു കൂട്ടം ആളുകളാണ് എങ്കിൽ ലദഹബ അല്ലാഹു ബിക്കും, അല്ലാഹു നിങ്ങളെ ഒഴിവാക്കും. വലജാഅ ബിഖൗമിൻ യുസ്നിബൂൻ, എന്നിട്ട് അല്ലാഹു പുതിയൊരു ഖൗമിനെ കൊണ്ടുവരും, പാപം ചെയ്യുന്നവരായിട്ടുള്ളവർ. സുമ്മ യസ്തഗ്ഫിറൂൻ, എന്നിട്ട് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ഫയഗ്ഫിറു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അഖ്റജഹു മുസ്ലിം, മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ക്ലിയറായ? അല്ലാഹുവിന്റെ ആ നാമങ്ങൾ ആ വിശേഷണങ്ങൾ അത് പരിപൂർണമാകണമെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഇവിടെ നടക്കണം, അതിനുള്ള കാരണങ്ങൾ ഇവിടെ ഉണ്ടാകണം. അപ്പൊ അള്ളാഹു പൊറുക്കപ്പെടാൻ, അള്ളാഹുവിനാൽ പൊറുക്കപ്പെടാൻ ഇവിടെ ആളുകൾ ഉണ്ടായിരിക്കണം. പൊറുക്കപ്പെടണമെങ്കിൽ ആളുകൾക്ക് എന്തും സംഭവിക്കണം? പാപം സംഭവിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിന്റെ അർത്ഥം ഒരിക്കലും നാളെ മുതൽ പാപം ചെയ്യണം എന്നല്ല. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് നിഫാഖിന്റെ അടയാളമായിട്ട് പറയേണ്ടി വരും. ഇവിടെ എന്തുകൊണ്ട് മനുഷ്യന് പാപം സംഭവിക്കുന്നു എന്നുള്ള ഉത്തരമാണത്. ചില ആളുകൾ, പല മുഅ്മിനീങ്ങളും ജീവിതത്തിൽ തോന്നിപ്പോയിട്ടുണ്ടാവും. ഈമാനിൽ സിദ്ഖുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ തോന്നിപ്പോയിട്ടുണ്ടാകും, ഞാൻ എന്തിനാണ് ഈ പാപം ചെയ്യുന്നത്, എനിക്കിത് ഇഷ്ടമില്ല. പക്ഷെ ഈ പാപത്തിനോട് എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം തോന്നുന്നത്, എനിക്കെന്താണ് എപ്പോഴും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്തത്, ഇടയ്ക്കെല്ലാം ഞാൻ എന്തിന് പാപങ്ങളിൽ സംഭവിച്ചു പോകുന്നു എന്ന് ചിന്തിക്കാത്തവരായിട്ട് ഈമാനിൽ സിദ്ഖുള്ള ഒരാളുണ്ടാവില്ല. എപ്പോഴെങ്കിലുമൊക്കെ അവൻ ആലോചിച്ച് പോയിട്ടുണ്ടാവും. അവൻ സിദ്ഖോട് കൂടി അള്ളാഹുവിലേക്കുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. പാപം സംഭവിക്കുന്നതിന് പിന്നിൽ അള്ളാഹുവിനുള്ള ഹിക്മത്തിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ ഗഫൂർ, ഗഫാർ, ഗാഫിറുദ് ദംബ്, അഫ്വ്, തവ്വാബ്, അൽ ഹലീം എന്നീ നാമങ്ങൾ മനസ്സിലാക്കാൻ, അത് മുഖേന അള്ളാഹുവിനെ ആരാധിക്കാൻ ഇതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾക്ക് സംഭവിച്ചു പോകുന്ന പാപങ്ങളെ
പിന്നെ ഉപയോഗിക്കണം. അതിനുവേണ്ടി പാപം ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം. സംഭവിച്ചു പോകുന്ന പാപങ്ങളെ മനസ്സിലാക്കണം. അത് ബസീറത്തുള്ള ആളുകൾക്ക് പാപം സംഭവിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വമിൻഹ, അടുത്തത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന കാര്യമാണ്, അവസാനത്തെ കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസ്റുൽ അഅ്ദം, ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാം. അഥവാ പാപം സംഭവിക്കുന്ന ഒരാൾക്ക് ബസീറത്തുണ്ട് എങ്കിൽ ഒരു മുഅ്മിന് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അസ്റുൽ അഅ്ദം, ഏറ്റവും വലിയ രഹസ്യം, അല്ലദീ ലാ തഖ്തഹിമുൽ ഇബാറ വലാ തജ്സുറു അലൈഹിൽ ഇശാറ, ഒരു വ്യാഖ്യാനം കൊണ്ടും വിശദീകരിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഒരു ആംഗ്യം കൊണ്ടും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത, വലാ യുനാദി അലൈഹി മുനാദിൽ ഈമാൻ അലാ റൂസിൽ ഹഷ്ഹാദ്, അത് അനുഭവിച്ചറിയുന്നതിനപ്പുറത്തേക്ക് ഈമാനിന്റെ ഒരു വാക്ക് കൊണ്ടും വിളിച്ചറിയിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള തൗബയുടെ അകത്തുള്ള വലിയൊരു രഹസ്യം പറയാണ്. ബൽ ഷഹിദത്ഹു ഖുലൂബു ഖവാസിൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകളിൽ തെരഞ്ഞെടുത്ത പ്രത്യേകമായിട്ടുള്ള ആളുകളുടെ ഖൽബിൽ അവരനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യം. ഫസ്ദാദത് ബിഹി മഅരിഫതൻ ലിറബ്ബിഹാ വമഹബ്ബതൻ ലഹു, അത് മുഖേന, ആ കാര്യം മനസ്സിലാക്കുന്നത് മുഖേന അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവരിൽ വർദ്ധിക്കുന്നു. വതുമഅനീനതൻ ബിഹി, അള്ളാഹുവിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നു. വശൗഖൻ ഇലൈഹി, അള്ളാഹുവിനോടുള്ള ആഗ്രഹം, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം അവരിൽ വർദ്ധിക്കുന്നു. വലഹജൻ ബിദിക്രിഹി, അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. വശുഹൂദൻ ലിബിർരിഹി, അള്ളാഹുവിന്റെ പുണ്യത്തെ അനുഭവിച്ചറിയുന്നു. വലുത്ഫിഹി വകറമിഹി വഇഹ്സാനിഹി, അള്ളാഹു കാണിക്കുന്ന കൃപ, ഔദാര്യം, ഉദാരത, ഇതെല്ലാം അവന് വർദ്ധിക്കുന്ന തൗബയുടെ രഹസ്യം. വമുതാലിഅതൻ ലിസിർരിൽ ഉബൂദിയ്യ, ഉബൂദിയത്തിന്റെ തന്നെ രഹസ്യം അവൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. വഇശ്റാഫൻ അലാ ഹഖീഖത്തിൽ ഇലാഹിയ്യ, ഇലാഹിയത്തിന്റെ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ മഹത്വം മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് ഇതിന്റെ തൗബയുടെ ഏറ്റവും വലിയ രഹസ്യമായിട്ടുള്ള കാര്യം എന്ന് പറയാം. എന്നിട്ട് പറയാണ് വഹുവ മാ സബത ഫി സ്വഹീഹൈൻ മിൻ ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി മിൻ അഹദികും, അല്ലാഹു ആണ് ഏറ്റവും സന്തോഷിക്കുന്നവൻ, അല്ലാഹു ഏറ്റവും അധികം സന്തോഷിക്കുന്നു ബിതൗബതി അബ്ദിഹി, ഒരു അടിമയുടെ തൗബ കാരണത്താൽ. ഹീന യതൂബു ഇലൈഹി മിൻ അഹദികും കാന അലാ റാഹിലത്തിൻ ബിഅർളി ഫലാത്ത്, നിങ്ങളിൽ ഒരാൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നവനാണ് അല്ലാഹു തആല. എന്നിട്ട് പറയാൻ ഒരു ഉദാഹരണം പറയാണ്. നിങ്ങളിൽ ഒരാൾ വിജനമായ ഒരു പ്രദേശത്ത് ഒരു യാത്രാമൃഗം കൊണ്ടുപോവുകയാണ്. ഫൻഫലതത് മിൻഹു, ആ യാത്രാമൃഗം അവനിൽ നിന്ന് തെറ്റിപ്പോയി. വഅലൈഹാ തുആമുഹു വശറാബുഹു, യാത്രാമൃഗത്തിന്റെ മേലെയാണ് അവന്റെ ഭക്ഷണവും പാനീയങ്ങളും എല്ലാം. ഫഅയ്സ മിൻഹ, അവൻ ഉറപ്പായി ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, അവന് നിരാശയായി, ഇനി അതിലൊരു പ്രതീക്ഷയില്ല. ഫഅതാ ശജറതൻ ഫളജഅ ഫീ ളില്ലിഹാ, അവൻ അങ്ങനെ ഒരു വൃക്ഷത്തിന്റെ ചോട്ടിലെത്തി അവിടെ വിശ്രമിക്കാൻ കിടന്നു. ഖദ് ഐസ മിൻ റാഹിലതിഹി, അവന്റെ യാത്രാമൃഗത്തെ കുറിച്ച് ഒരു പ്രതീക്ഷ അവനില്ല, ഇനി ജീവിതമില്ല, അവിടെ ആ മരുഭൂമിയിൽ, ആ വിജനമായ പ്രദേശത്ത് ഞാൻ നശിച്ചു എന്ന് ഉറപ്പിച്ചിരുന്നു. ഫബൈനമാ ഹുവ കദാലിക്, അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇദാ ഹുവ ബിഹാ ഖായിമത്തുൻ ഇൻദഹു, ആ സമയത്തതാ അവന്റെ യാത്രാമൃഗം അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഫഅഖദ ബിഖിതാമിഹാ, അവൻ അതിന്റെ മൂക്കേറ് പിടിച്ചു. ثم قال من شدة الفرح, സന്തോഷത്തിന്റെ ആധിക്യം കാരണത്താൽ അവൻ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക, അല്ലാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിന്റെ ആധിക്യം കാരണത്താൽ അവന് പറഞ്ഞത് തന്നെ തെറ്റിപ്പോയി എന്ന് പറയാം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ആധിക്യത്തിൽ സന്തോഷിക്കുന്നവനാണ് അല്ലാഹു തആല ഒരു അടിമയുടെ തൗബയിൽ. ഒരു പാപം സംഭവിക്കുന്ന ബസീറത്തുള്ള ഒരാൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണത്. ഇനി ഇബ്നുൽ ഖയ്യിം മനോഹരമായി ഈ ഒരു ആശയത്തെ വിശദീകരിക്കുന്നുണ്ട്. അത് മലയാളത്തിൽ എത്രത്തോളം കിതാബിന്റെ ആദ്യത്തിലെ പറഞ്ഞതുപോലെ എത്രത്തോളം അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കും എന്നെനിക്കറിയില്ല, എന്നിരുന്നാലും ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമുക്ക് മനസ്സിലാക്കാൻ. വൽഖസ്ദു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന ഹാദൽ ഫർഹ ലഹു ശഅ്നുൻ ലാ യൻബഗി ലിൽ അബ്ദി ഇഹ്മാലുഹു വൽ ഇഅറാദു അൻഹു,
ഈ ഒരു സന്തോഷം അഥവാ അള്ളാഹു സന്തോഷിക്കുന്നു എന്നുള്ളത് ഒരടിമ ഒരിക്കലും നിസ്സാരമായി കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കാതെ പിന്തിരിഞ്ഞു പോകരുത്. നമ്മളെപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കുക, നമ്മൾ പാപം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു എന്നെ ശിക്ഷിക്കും, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ള കുറ്റബോധത്തിന്റെയും ആ ഭയത്തിന്റെയും എല്ലാം അപ്പുറത്തേക്ക് ഞാൻ ഈ തൗബ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് സന്തോഷിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാനിതാ ഈ തൗബ ചെയ്ത് എൻ്റെ റബ്ബിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ റബ്ബതാ ഏറ്റവും അധികം സന്തോഷിക്കുന്നു എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കാൻ. അതാണ് പറഞ്ഞത്, ഒരു അടിമ ഇത് നിസ്സാരമായി കാണരുത്, ഇത് ആലോചിക്കാതെ ഇതിനൊരു ശ്രദ്ധ കൊടുക്കാതെ പോകരുത്. വലാ യത്തലിഉ അലൈഹി ഇല്ലാ മൻ ലഹു മഅരിഫത്തുൻ ഖാസത്തുൻ ബില്ലാഹ് വഅസ്മാഇഹി വസിഫാതിഹി. ഒരു അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള പ്രത്യേകമായ അടിമകൾക്കല്ലാതെ അത് മനസ്സിലാക്കാൻ സാധിക്കൂല. അത് അവർ അല്ലാതെ മറ്റൊരാളും അതിനെ പരിഗണിക്കില്ല. വമാ യലീഖു ബിഇസ്സി ജലാലിഹി, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ അങ്ങേയറ്റം അള്ളാഹുവിനെ അറിയുന്ന മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് തൗബ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് സന്തോഷിക്കുകയാണല്ലോ എന്ന നിലക്ക് തൗബ ചെയ്യാൻ സാധിക്കും. അപ്പൊ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന അടിമകൾക്ക് ലഭിക്കുന്ന അങ്ങനെയുള്ളവർ മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ. فالمؤمنون من نوع الإنسان خير البرية على الإطلاق. മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ, മുഅ്മിനീങ്ങൾ എന്നുള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഖൈറുൽ ബരിയ, ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളാണ്, സംശയമല്ല. അതായത് മനുഷ്യർ എന്നുള്ള വിഭാഗത്തിൽ ഏറ്റവും അഫ്ളൽ ആരാണ്? മുഅ്മിനീങ്ങളാണ്. വഖിറത്തുല്ലാഹി മിനൽ ആലമീൻ, അല്ലാഹു മറ്റുള്ള ലോകത്തുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തവരാണ്. ഫഇന്നഹു ഖലഖഹു ലിയുതിമ്മ നിഅമതഹു അലൈഹി, അള്ളാഹു മുഅ്മിനീങ്ങളായിട്ടുള്ള ഈ അടിമകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹം അവരുടെ മേലെ പൂർത്തീകരിക്കാനാണ്. വലിയതവാസിറ ഇഹ്സാനഹു ഇലൈഹി, അതുപോലെ തന്നെ അള്ളാഹു ചൊരിയുന്ന ആ ഇഹ്സാൻ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയഖുസ്സഹു മിൻ കറാമതിഹി വഫദ്ലിഹി ബിമാ ലം തനൽഹു ഉംനിയതുഹു, അവന്റെ ആഗ്രഹങ്ങൾ കൊണ്ടുപോലും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത അത്രയും വലിയ ഔദാര്യങ്ങൾ ചൊരിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മുഅ്മിനീങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും എത്ര ചിന്തിച്ചാലും അതിനേക്കാളെല്ലാം അപ്പുറത്തേക്കുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ്. വലം യഖ്തുർ അലാ ബാലിഹി വലം യശ്ഉർ ബിഹി, അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഉണ്ടാവില്ല, അവൻ അനുഭവിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ലിയസ്അലഹു മിനൽ മവാഹിബി വൽ അതായൽ ബാത്തിന വദ്ദാഹിറ, അതുപോലെ തന്നെ ഈ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, തേടണം അനുഗ്രഹങ്ങളെ, ആന്തരികവും ബാഹ്യവും, അതായത് ഭൗതികമായിട്ടുള്ളതും ഈമാനികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ ചോദിക്കാൻ വേണ്ടി. അൽ ആജിലതി വൽ ആജില, ദുനിയാവിലുള്ളതും പരലോകത്തുള്ളതും. അല്ലതി ലാ തുനാലു ഇല്ലാ ബിമഹബ്ബതിഹി, ഈ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടം കൊണ്ടല്ലാതെ ലഭിക്കൂല. അതായത് ഈ പറഞ്ഞ ഒന്നുകൂടി ചുരുക്കി പറയാം, അള്ളാഹു തആല മനുഷ്യർ എന്നുള്ള ഈ വിഭാഗത്തിൽ വർഗത്തിൽ അതിലേറ്റവും അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള അഫ്ളലായിട്ടുള്ള ആളുകൾ ആരാണ്? മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങളെ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് അവരുടെ മേലെയുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത അനുഗ്രഹങ്ങൾ അവർക്ക് നൽകാൻ വേണ്ടിയിട്ടും അള്ളാഹുവിനോട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ ചോദിക്കാനും ദുനിയാവിലും പരലോകത്തുമുള്ള ഖൈറുകളെ അള്ളാഹുവിനോട് തേടാനും എല്ലാം വേണ്ടിയിട്ടാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടം കൊണ്ടല്ലാതെ ഒരാൾക്ക് ലഭിക്കില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടാലല്ലാതെ ലഭിക്കില്ല. ലാ തുനാലു മഹബ്ബതുഹു ഇല്ലാ ബിതഅതിഹി, അള്ളാഹുവിന്റെ ഇഷ്ടം എന്തുകൊണ്ടല്ലാതെ കിട്ടൂല? അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ടല്ലാതെ കിട്ടുകയുമില്ല. വഈസാരിഹി അലാ മാ സിവാഹ്, മറ്റെന്തിനേക്കാളും മറ്റെന്ത് ഇഷ്ടത്തിനേക്കാളും മറ്റെന്ത് താല്പര്യത്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കാതെയും കിട്ടില്ല. ഫത്തഖദഹു മഹ്ബൂബൻ ലഹു, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു അവനെ എന്താകും? അവന് ഇഷ്ടപ്പെട്ട ആളായിട്ട് അള്ളാഹു തെരഞ്ഞെടുക്കും. വഅദ്ദ ലഹു അഫ്ളല മാ യുഇദ്ദുഹു മുഹിബ്ബുൻ ഗനിയ്യുൻ ഖാദിറുൻ ജവാദുൻ ലിമഹ്ബൂബിഹി ഇദാ ഖദിമ അലൈഹി, അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അടിമക്ക് അള്ളാഹു ഒരുക്കി വെക്കും വേറെ ഏതൊരു കഴിവും ശക്തിയും ശേഷിയും അധികാരവുമുള്ള ഒരാൾ അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നൽകുന്നതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹുലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ആ അടിമക്ക് നൽകും, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമക്ക് നൽകും. വഅഹിദ ഇലൈഹി അഹ്ദൻ തഖദ്ദമ ഇലൈഹി ഫീഹി ബിഅവാമിരിഹി വനവാഹിഹി, അള്ളാഹു അവനുമായിട്ട് ഒരു കരാറ് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും സൂക്ഷിച്ച് ജീവിക്കണം എന്നുള്ളത്. വഅലമഹു ഫീ അഹ്ദിഹി മാ യുഖർരിബുഹു ഇലൈഹി,
അതുപോലെ തന്നെ അടിമക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ. വയസീദുഹു മഹബ്ബത്തൻ ലഹു വകറാമത്തൻ അലൈഹി, എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് അള്ളാഹുവിന് അവനോടുള്ള ഇഷ്ടവും അതുപോലെ അള്ളാഹു അവനോട് ചെയ്യുന്ന കറാമത്തുകളെല്ലാം വർദ്ധിക്കുക എന്നുള്ളത്. വമാ യുബിഉദുഹു മിൻഹു വയസ്ഖതുഹു അലൈഹി വയുസ്ഖിതുഹു മിൻ ഐനിഹി, എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിൽ നിന്ന് അകറ്റുക, അള്ളാഹുവിൽ നിന്ന് പിന്നെ അവനെ അള്ളാഹുവിന്റെ കോപത്തിന് അർഹനാക്കുക, അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതൊക്കെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമക്ക് അള്ളാഹു തആല അടിമ അള്ളാഹുവിലേക്ക് മടങ്ങി വരുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകും. അതിൽ സംശയമില്ല, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കരാറിലാണ് അടിമയും അള്ളാഹു. അള്ളാഹുവിന്റെ കൽപ്പനകൾ വിരോധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്തൊക്കെ ചെയ്താലാണ് അള്ളാഹുവിലേക്ക് അടുക്കുക, എന്തൊക്കെ ചെയ്താലാണ് അള്ളാഹുവിനെ അകലുക, അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അനുസരിച്ചിട്ടാണ് ഈ ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്നിട്ട് പറയാണ് വലിൽ മെഹബൂബി അദുവ്വുൻ ഹുവ അബ്ഗദു ഖൽഖിഹി ഇലൈഹി, നീ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ അടിമക്ക് ഒരു ശത്രുവുണ്ട്. ആ ശത്രു എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സൃഷ്ടിയാണ്. ഇബ്ലീസിനെ പറയാണ്, ശൈത്താനെ പറയാം. ഖദ് ജാഹറഹു ബിൽ അദാവ, ആ ശത്രുവാണെങ്കിലോ ആ ശത്രുത വെളിവാക്കി പറഞ്ഞിട്ടുമുണ്ട്. വഅമറ ഇബാദഹു അൻ യകൂന ദീനുഹും വതആഅതുഹും വഇബാദതുഹും ലഹു, ആ ഇബ്ലീസ് ഈ അടിമകളോട് കൽപ്പിക്കുന്നത് അവരുടെ ഇബാദത്തുകളും അവരുടെ അനുസരണവും എല്ലാം ഇബ്ലീസിന് വേണ്ടി ആകണം എന്നാണ്. ദൂന വലിയിഹിം വമഅബൂദിഹിൽ ഹഖ്, യഥാർത്ഥ മഅബൂദും ആരാധ്യനും അതുപോലെ തന്നെ വലിയുമായിട്ടുള്ള അള്ളാഹുവിനല്ല എനിക്കാണ് ചെയ്യേണ്ടത് എന്ന നിലക്കാണ് ഇബ്ലീസ് പറയുന്നത്. വസ്തഖതഹു ഇബാദഹു, പല അടിമകളെയും അവൻ വീഴ്ത്തിക്കളയുന്നു. വത്തഖദ മിൻഹും ഹിസ്ബൻ വാഹറൂഹു വവാലൂഹു അലാ റബ്ബിഹിം, അങ്ങനെ അവന്റെ ആളുകളായിട്ടൊരു കൂട്ടത്തെ അവൻ എടുക്കുന്നു, അവന്റെ സഹായികളായി, അവനെ പിന്താങ്ങുന്ന ആളുകളായിട്ട്. വകാനു അഅദാഅൻ ലഹു മഅ ഹാദൽ അദുവ്, ഈ ശത്രുവിനോടൊപ്പം ചേർന്നിട്ട് അള്ളാഹുവിനെതിരെ ശത്രുവായിട്ട് തീരുകയും ചെയ്യുന്നു. അങ്ങനെ ചില ആളുകളും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ദർസിൽ വായിക്കാം. കാരണം അത് വായിച്ചിട്ട് പകുതിയിൽ നിർത്തിയാൽ അതിൻ്റെ ഒരു തുടർച്ച നഷ്ടപ്പെട്ട് പിന്നെ അടുത്ത ഭാഗത്ത് എടുക്കുന്നത് തീരെ ഒരു നീതിയാവൂല, അതിൻ്റെ കാര്യങ്ങൾ ആശയം വ്യക്തമാവൂല. ഇൻഷാ അല്ലാഹ് ഈ ഭാഗത്തിൻ്റെ കുറച്ചുകൂടി വായിച്ചിട്ട് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ തുടർന്ന് വായിക്കാം. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.